മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം മുസ്ലിങ്ങൾ, മിലൻ, ഫൈസൽ, ഫാസിസ്, ഹസീർ, സാധാരണ പേരുകൾ അബ്ദുൾ ഖാദർ, അബ്ദുൾ റഹ്മാൻ, അങ്ങനെയുള്ളതൊന്നുമില്ല. ഒരു ന്യൂ ജനറേഷൻ മുസ്ലിം പേരുകളുള്ള കുറഞ്ഞതൊരു 50 യുവാക്കളെങ്കിലും എനിക്ക് യൂട്യൂബിന്റെ ചുവട്ടിൽ കമന്റ് എഴുതിയിട്ടുണ്ട്. താൻ എന്തൊരു മണ്ടനാണ്, എന്തൊരു വിഡ്ഢിയാണ്, സക്കീർ നായിക്കിനെ നേരിട്ട് വെല്ലുവിളിച്ചൂടെ, 4 ചുമരുകൾക്കകത്ത് കർട്ടന്റെ മുമ്പിലിരുന്നു കൊണ്ട് ഇങ്ങനെ യൂട്യൂബിൽ റെക്കോർഡ് ചെയ്തിട്ട് പണ്ഡിതനാണെന്ന് കാണിക്കുന്നതിനേക്കാളും ലോകം അംഗീകരിച്ച സക്കീർ നായിക്കിന് പ്രവാചകൻ കൽക്കിയുടെ അവതാരമാണെന്നും അല്ലാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചുമൊക്കെ വേദത്തിലും ഭവിഷ്യപുരാണത്തിലൊക്കെ പറയുന്നുണ്ടെന്നും അതെല്ലാം തനിക്ക് അറിയാത്തത് കൊണ്ട് താൻ മുറിക്കകത്തിരുന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണെന്നും തനിക്ക് ഋഗ്വേദത്തിലെ 12-ാം അധ്യായത്തിലെ 4-ാമത്തെ വരി അറിയോ, ചാന്തോക്യോപനിഷത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ കാണ്ഡത്തിലെ 1-ാമത്തെ വരി അറിയോ, തനിക്ക് അഥർവവേദത്തിലെ 30-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകത്തിലെ 3-ാമത്തെ വരി അറിയോ, ഇങ്ങനെയൊക്കെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ വക്രമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ച് മണ്ടനാണ് എന്നുള്ള റെപ്പീറ്റേഷനായിട്ട് പറയാറുണ്ട്. ഏതായാലും ആ ന്യൂ ജനറേഷൻ പേരുകളുള്ള മുസ്ലിം യുവാക്കളോടൊക്കെ പറയുന്നു, ഈ മഹാപണ്ഡിതൻ എന്ന് പറയുന്ന സക്കീർ നായിക്കിന് ഇംഗ്ലണ്ടിൽ കയറിയാൽ 10-ാമത്തെ സെക്കൻഡ് വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യും, കാനഡയിൽ അറസ്റ്റ് ചെയ്യും, ഇപ്പൊ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെല്ലാം അറസ്റ്റ് ചെയ്യും. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം ഒമാനിലെ സുൽത്താൻ കബൂസിന്റെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നു പണ്ഡിതനാണെന്ന പേരില്. അവിടെ നിന്ന് ഇപ്പൊ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇന്നലെ ഒരാള് പറയുകയും ചെയ്തിട്ടുണ്ട്, സക്കീർ നായിക്കിന്റെ തീവ്രവാദ പ്രഭാഷണത്തില് ശിവൻ എന്ന ഹിന്ദു ദൈവം ശിവന്റെ മകനായ ഗണപതിയെ തലയറുത്തു കൊന്നു, എന്നിട്ട് ആ സ്ഥാനത്ത് ആനയുടെ ഒരു തല വെച്ചു. ഈ ഗണപതി എന്നുള്ളത് സാങ്കല്പിക ദേവതയാണ്, ശിവൻ എന്നുള്ളത് സങ്കല്പമാണ്. ത്രിമൂർത്തി സങ്കല്പം, ഗണേശ സങ്കല്പം എന്നാ പറയാ. കൃഷ്ണനും രാമനും സങ്കല്പമല്ല, അവതാരാണ്, ഒറിജിനലാ, ചരിത്ര പുരുഷന്മാരാ. ഈ ഗണപതിയെ അച്ഛന് മതത്തിന്റെ പേരിൽ തലയറുത്ത് കൊല്ലാമെങ്കിൽ ഞങ്ങൾക്ക് മതത്തിന്റെ പേരിൽ ഈ മതത്തെ എതിർക്കുന്നവന് തലയറുത്ത് കൊന്നൂടെ എന്നാണ് സക്കീർ നായിക്ക് ചോദിച്ചത്. ഈ ഒസാമ ബിൻ ലാദനെ ന്യായീകരിച്ച ആളാണ്. അയാളുടെ വാക്കുകളുടെ ആവേശത്തിലാണ് ബംഗ്ലാദേശില് ഈ റംസാൻ മാസത്തില് ഈ കൊല നടന്നതും അതിന്റെ വാർത്തകൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നിറച്ചും ടിവികളിലും അതുപോലെ പത്രമാധ്യമങ്ങളിലും വരുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ള പ്രതിഷേധം. അയാളുടെ പീസ് TV, പീസ് എന്ന് പറഞ്ഞാൽ ശാന്തി എന്നർത്ഥം, സമാധാനം. ആ TV മുഴുവനും ആഹ്വാനം ചെയ്യുന്നത് ജിഹാദും അതുപോലെ തന്നെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതും വിഗ്രഹാരാധകരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം മുമ്പോട്ട് വരുന്നോ അത്രയും അല്ലാഹുവിന്റെ അടുത്താണെന്നും എല്ലാം പറയുന്ന ആ TV നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്തിട്ടുണ്ടെന്നോ നിരോധിച്ചു എന്നോ കേട്ടു. വളരെ ശക്തമായിട്ട് ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന സക്കീർ നായിക്കിന്റെ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് 10-15 പേര് ഭയങ്കരമായിട്ടുള്ള ജാഥയും പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. ഈ സക്കീർ നായിക്ക് ചാന്തോക്യോപനിഷത്ത് എന്ന് പറയുന്നത് ഈ ന്യൂ ജനറേഷൻ പേരുള്ള മുസ്ലിങ്ങളൊന്ന് കേൾക്കണം. ബൃഹദാരണ്യകോപനിഷത്ത് അക്ഷരം പോലും കറക്റ്റായിട്ട് ഇതിന്റെ പേര് പോലും പറയാൻ അറിയാത്ത ആള്. അയാൾ ഇതിന്റെ പേര് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ബൃഹദാരണ്യകോപനിഷത്തിലും ചാന്തോക്യോപനിഷത്തിലും കഠോപനിഷത്തിലും കേനോപനിഷത്തിലും ഈശാവാസ്യോപനിഷത്തിലും പണ്ഡിതനായിട്ടുള്ളൊരു വ്യക്തി, അഥർവവേദത്തിലും അതുപോലെ തന്നെയുള്ള ശതപഥ ബ്രാഹ്മണത്തിലും അതുപോലെ തന്നെ പഞ്ചവിംശതി ബ്രാഹ്മണത്തിലുമൊക്കെ നല്ല പ്രാമുഖ്യമുള്ള പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി. ആ പുസ്തകത്തിന്റെ പേരെങ്കിലും കറക്റ്റ് പറയണ്ടേ മുസ്ലിം ചുണക്കുട്ടികളെ?
മിനിമം അതെങ്കിലും പറയട്ടെ. ആ പേര് പോലും തെറ്റായിട്ട് പറയുന്ന ഈ സക്കീർ നായിക് എന്ന് പറയുന്ന മനുഷ്യൻ അവനവന്റെ മതത്തിലെ പണ്ഡിതനാണെന്ന് യോഗത്തിൽ ആരോട് പറഞ്ഞാലും ആർക്കും വിഷമമൊന്നും തോന്നില്ല. പക്ഷേ തനി മുസ്ലിങ്ങളെ നമ്പൂതിരിയുടെ വേഷം കെട്ടിച്ച് ഭസ്മവും തൊടിച്ച് ഒരു ക്ലാസ് മുറിയിലിരുത്തി, തനി മുസ്ലിങ്ങളെ നമ്പൂതിരിയുടെ വേഷം കെട്ടി ക്ലാസ് മുറിയിലിരുത്തി അവർക്ക് ക്ലാസ് എടുത്ത് ചില വേദത്തിന്റെ വികൃതമായിട്ടുള്ള വരികൾ പറഞ്ഞ് ഒരു 3-4 ചോദ്യം അവരോട് ചോദിച്ചു കഴിഞ്ഞ് അവസാനം അവർ പറയുന്നു, ഞങ്ങൾക്ക് ഇതുവരെ വേദത്തിന്റെ അർത്ഥം അറിഞ്ഞൂടായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്, ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ ആ ഇസ്ലാം മതം സ്വീകരിക്കുന്ന ചടങ്ങാണ് പിന്നെ പീസ് ടിവിയിൽ കാണിക്കുന്നത്. വേദത്തിന്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായതെങ്കിൽ അയാൾ ഹിന്ദുവായി വേദം പഠിക്കൽ തുടരുകയല്ലേ വേണ്ടത്? ഇങ്ങനെ ഈ ഇസ്ലാമിലേക്ക് പോവുക. ബൃഹദാരണ്യകോപനിഷത്തിന്റെ ചാന്തോക്യോപനിഷത്തിന്റെ ഒക്കെ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് നല്ലോണം പഠിച്ച് അത് ഏത് മതത്തിലാണോ ഉള്ളത് അതിന് തുടരുന്നതിന് പകരം ഇപ്പൊ അർത്ഥം മനസ്സിലായത് കൊണ്ട് ഞാൻ ഇത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയും, ഓർമ്മിക്കുക, നമ്പൂതിരിമാരല്ലാതെ ഹിന്ദുക്കളുമല്ല. ഇയാളുടെ പ്രഭാഷണങ്ങളിൽ ചോദ്യം ചോദിക്കുന്നവരാരും ഹിന്ദുക്കളല്ല, ഹിന്ദു പേരിട്ട മുസ്ലിങ്ങൾ. റയറായിട്ട് സ്മൃതി ഇറാനിയുടെയും ചില അത്ലറ്റ്സിന്റെയൊക്കെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പോപ്പുലർ അല്ലാത്ത വ്യക്തി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ മൈ നെയിം ഈസ് ദേശ്മുഖ്, ദേശ് നാരായൺ ദേശ്മുഖ്. അപ്പൊ ഈ ഹിന്ദുവിന്റെ പേര് അതിനകത്തുണ്ടാവും. ഒരു നാരായണൻ എന്നോ വിഷ്ണു എന്നോ ഗണേശൻ എന്നോ ഒരു പേരുണ്ടാവും. എന്നിട്ടൊരു ടൈറ്റിലും കൂടി അപ്പുറത്തുണ്ടാവും. അപ്പോ മുസ്ലിം ഹിന്ദുവിന്റെ പേര് വെച്ച് ഒരു ചോദ്യം ചോദിക്കാം, ഇയാൾ അതിന് കുറെ വക്രമായിട്ടുള്ള ഉത്തരം കൊടുക്കും. അത് കഴിഞ്ഞ് അയാൾ ഒരു ചോദ്യം ചോദിക്കും, ആർ യു റെഡി ടു കം ടു ഇസ്ലാം? അപ്പൊ ഇയാൾ കൈ ഉയർത്തി പറയും, യെസ് ഐ ആം റെഡി, നൗ ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹിന്ദുയിസം. ഇപ്പോഴാണ് എനിക്ക് ഹിന്ദുയിസം മനസ്സിലായതെങ്കിൽ ഇസ്ലാമിലേക്ക് പോവാൻ വേണ്ടത്. അങ്ങനെ തനി വക്രമായിട്ടും വേറെ പലരും നടത്തുന്ന വലിയ പ്രഭാഷണങ്ങളിലെ ജനക്കൂട്ടത്തെ വീഡിയോ എടുത്ത് ഇയാളുടെ പ്രഭാഷണം നടത്തുന്നതിന് ഇടയ്ക്ക് കൂട്ടിച്ചേർത്തും, മാത്രമല്ല വലിയ സദസ്സുകളിൽ ഏറ്റവും പുറകിലിരുന്ന് സ്റ്റേജിലിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഫോട്ടോ, ഇദ്ദേഹത്തിന്റെ ക്യാമറയിലുള്ള ഫോട്ടോ എടുക്കുമ്പോൾ ഇതാരാ സംസാരിക്കുന്നത് എന്ന് യാതൊരു കാരണവശാലും മനസ്സിലാകാത്ത വിധത്തിലുള്ള ഫോട്ടോ എടുത്തും അതിലേക്ക് ശബ്ദം ഡബ് ചെയ്ത് ചേർത്തും ഇങ്ങനെ താനി കള്ളത്തരവും പാണ്ഡിത്യമുണ്ടെന്ന പേരിൽ നടത്തുന്ന വക്രമായിട്ടുള്ള വിവരണങ്ങളും എല്ലാം ചെയ്തതിൻ്റെ അന്ത്യത്തില് എപ്പോഴും പൂച്ച പാല് കുടിക്കില്ല എന്നും, അതുപോലെ തന്നെ പല കാലത്ത് കള്ളത്തരം നടത്തിയ കള്ളൻ ഒരിക്കൽ കുടുങ്ങും എന്നും നമ്മുടെ ഭാരതത്തിലെ പഴഞ്ചൊല്ലുകൾ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ സന്ദേശം പറയുന്നതിനനുസരിച്ച്, സത്യമേവ ജയതേ നാനൃതം സത്യേന ബന്ധാ വിതതോ ദേവയാന. സത്യമേ ജയിക്കുള്ളൂ, നുണയും കള്ളത്തരവും ഒരിക്കലും ജയിക്കില്ല. സത്യേന ബന്ധാ വിതതോ ദേവയാന, ഈശ്വരനിലേക്കുള്ള വഴി സത്യത്തിന്റെ വഴിയാണ് എന്ന് പറഞ്ഞ ആ ഉപനിഷത്തുക്കളെ ദുർവ്യാഖ്യാനം ചെയ്ത സക്കീർ നായിക്കും അയാളെ ആരാധിച്ചുകൊണ്ടിരുന്ന മലപ്പുറത്തെയും അല്ലാത്തതുമായിട്ടുള്ള മുസ്ലിം യുവാക്കളോടും പറയുന്നു, നിങ്ങൾ വിചാരിച്ചാൽ ഈ ഹിന്ദു ധർമ്മം നശിപ്പിക്കാൻ സാധിക്കില്ല. 650 വർഷം മുഹമ്മദ് ഗസ്നിയും ഗോറിയും ഖിൽജിയും തൈമൂറും തുഗ്ലക്കും അടിമവംശവും മുഗളവംശം മുതൽക്ക് ഓരോ വംശങ്ങളും കൊന്ന് കുഴിച്ചു മൂടിയ ഹിന്ദുക്കളുടെ എണ്ണം കോടിക്കണക്കിനാണ്. 650 വർഷം. അന്നുപോലും ഈ ധർമ്മത്തെ കൊല്ലാൻ സാധിച്ചില്ല. 186 ദിവസം കത്തിച്ചതാണ് ഭാരതത്തിലെ പൈതൃക ഗ്രന്ഥങ്ങള്. ഔറംഗസീബ് എന്ന കാട്ടാളൻ വാരണാസി ശിവക്ഷേത്രത്തിന്റെ മുമ്പിൽ അഗ്നികുണ്ഡമുണ്ടാക്കി ലഭിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങൾ മുഴുവനും കത്തിച്ച ആളാണ്. എന്നിട്ടും ഹിന്ദുധർമ്മം നശിച്ചില്ല. ഏതായാലും ഒബാമയുടെ കയ്യിലുള്ള താക്കോലിനകത്തിപ്പോഴും ഹനുമാൻ
എന്ന കൊരങ്ങൻ ദൈവത്തിന്റെ എംബ്ലമുണ്ട്. അതുപോലും അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിക്കാൻ തയ്യാറായി. ബറാക്ക് ഹുസൈൻ ഒബാമ. ഹുസൈൻ ഒരു മുസ്ലിമാണ്. അദ്ദേഹത്തിന്റെ അമ്മയുടെ അമ്മയോ അച്ഛന്റെ അമ്മയോ മറ്റോ മുസ്ലിമാണ്. ഏതായാലും ഇസ്ലാമിന്റെയും ക്രിസ്തുമതത്തിന്റെയും പകുതി പകുതിയുള്ള ഒബാമ ഹൈന്ദവ ഈശ്വര സങ്കല്പത്തെയും അങ്ങേരുടെ മുമ്പുള്ള പ്രസിഡന്റും ഇങ്ങേര് പ്രസിഡന്റ് ആവുമ്പോഴും അമേരിക്കൻ പാർലമെന്റ് സമ്മേളനത്തില് വേദത്തിന്റെ മന്ത്രങ്ങൾ ചൊല്ലി അരമണിക്കൂർ പ്രാർത്ഥന നടത്തിയിട്ടാണ് പാർലമെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതെന്നും അറിയണം. ഇതൊന്നും കത്തിയോ വാളോ കാണിച്ചിട്ടോ ഖുർആൻ വായിക്കാൻ അറിയാമോ, ഖുർആന്റെ വരി അറിയാമോ, അറിഞ്ഞില്ലെങ്കിൽ കഴുത്തറക്കുന്ന നീചന്മാരുടെ ഒരു സമൂഹം മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. ഓർമ്മിക്കുക, അങ്ങനെ ഈ ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ സക്കീർ നായിക്കിനെ പോലെയുള്ളവർക്ക് എന്നേ ഭാരതം കടലിൽ അലിഞ്ഞു പോകുമായിരുന്നു. 250 വർഷത്തെ പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെയും പിന്നെ ഇംഗ്ലീഷുകാരുടെയും മിഷണറിമാരുടെ കീഴിൽ ചതഞ്ഞറിഞ്ഞ ഭാരതം 650 വർഷം മഹാനായ അക്ബർ അയാൾ ചെയ്തു കൂട്ടിയ ക്രൂരത എങ്ങനെയാണോ അയാളെ മഹാനായ എന്ന് പേരിട്ടത്, ഈ ഷാജഹാനും ജഹാംഗീറും ഹുമയൂണും ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ പൈതൃകത്തിന്റെ വേദനയും ഹിന്ദു അനുഭവിച്ച പുസ്തകവും എന്ന പുസ്തകം ഞാൻ എഴുതിയതാ. UGCയുടെ റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് എഴുതിയതാ. അതിൽ ഇസ്ലാമുകൾ തന്നെയാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്, ഹിന്ദുക്കളല്ല പറയുന്നത്. അങ്ങനെയുള്ള ആ ഗ്രന്ഥം എഴുതാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ സക്കീർ നായിക്ക് എന്ന കൊലയാളി രണ്ടാം ഒസാമ ബിൻ ലാദനെ നേരിട്ട് ചെന്ന് വെല്ലുവിളിക്കാൻ ഗോപാലകൃഷ്ണനോട് പറഞ്ഞത് ഗോപാലകൃഷ്ണൻ സ്വീകരിക്കാതിരിക്കാൻ കാരണം ഉറപ്പായിരുന്നു എന്നെങ്കിലും ഇയാള് വലയിൽ വീണ് ജയിലിലാകാതിരിക്കില്ല എന്ന്. ഗോപാലകൃഷ്ണൻ പോവാത്തത് നന്നായില്ലേ? പ്രണാമം, നമസ്കാരം.